ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അയാൾ ആ സ്ത്രീ അല്ലെങ്കിൽ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സതുദ്ദേശപരമായി ADMനെ ഒന്ന് ചോദിച്ചു. അയാൾ ഒരു ദുർബല മനസ്കരായതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇതാണോ സ്റ്റോറി? ഇതല്ല സ്റ്റോറി. ദിവ്യയെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ മണ്ഡലത്തിലെ 10 കൊല്ലത്തെ MLA ആണ്. എനിക്കറിയാം ആരാണ് ദിവ്യ. കണ്ണൂരിൽ ഒരു പേരുണ്ട് ദിവ്യക്ക്. സാരി ഉടുത്ത പിണറായി എന്നാണ് പേര്. പിന്നെ വേറെ വിശേഷിച്ച് പറയണല്ലോ. അഹങ്കാരം ധിക്കാരം മാത്രമല്ല, എല്ലാം ഉണ്ട്. കടുത്ത അഴിമതി. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ. ഇതൊരു ചെറിയ കൂട്ടുകെട്ടല്ല. നിങ്ങൾ അറിയുമോ, അവരുടെ ഏരിയയിലേക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല. ഒരു കോൺഗ്രസിന്, ഒരു ലീഗിന്, CPM കോട്ടയാണ്. അവിടെയുള്ള പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ വണ്ടി കത്തിച്ചു. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വാഹനം ചടിയിൽ പൂട്ടി. ആര്? ഇവരുടെ ലോബി. ഇവർക്കെതിരെ സംസാരിച്ചതിന് കണ്ണൂരിൽ ഫ്ലാറ്റ്, സഞ്ചരിക്കാൻ വാഹനം, റിസോർട്ടിൽ ഷെയർ, അതിർത്തി, സ്റ്റേറ്റിന്റെ അതിർത്തിയിൽ ഏക്കർ കണക്കിന് ഭൂമി, നിരവധി കച്ചവടം, ഇവരുടെ ബന്ധുക്കൾ, ഇവരുടെ ബ്രദർ എല്ലാം ചേർത്തുള്ള ബിനാമി. ശശി അവിടുത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ ദിവ്യയാണ് ഈ പറയുന്ന ADMനെ അപമാനിക്കാൻ ക്ഷണിക്കാത്ത വേദിയിൽ കയറുന്നത്? ഒരു കാര്യം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ശരി, അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് വെക്കുക. 2 കാരണം നമ്മൾ കണ്ടു. ഒന്ന്, 2 ദിവസം കഴിയട്ടെ ഞാൻ വെളിപ്പെടുത്താമെന്ന ഭീഷണി. അപ്പൊ നമ്മൾ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞാൽ എന്തോ വരും. 1 മാസം കഴിഞ്ഞു. ഇന്നലെ ഒന്നും വന്നില്ലല്ലോ. അതിനകത്തം ADMന്റെ പേരിൽ ആരോപിക്കാൻ കുറ്റമില്ല. രണ്ടാമത് നമ്മൾ വിചാരിച്ചത് ദുർബല മനസ്കനായ ഒരാൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ചില കാരണങ്ങളില്ലേ. ഇയാളുടെ 2 പെൺമക്കള് അവിടെ കാത്തിരിക്കുകയാണ്. അച്ഛൻ ഒരുപാട് കാലം പണിയെടുത്ത് അച്ഛൻ തിരിച്ചു വരികയാണ്. അമ്മയും അച്ഛനും ഒക്കെ വൈകുന്നേരം വീട്ടിൽ വരും. ഇനിയെങ്കിലും ബാക്കിയുള്ള നാളുകൾ അച്ഛന് സന്തോഷകരമായി ഞങ്ങളുടെ നാട്ടിൽ നിൽക്കാം. 2 പെൺകുട്ടികൾ ആ മനുഷ്യനെ കാത്തു നിൽക്കുന്നുണ്ട്. ഭാര്യയും കാത്തു നിൽക്കുന്നുണ്ട്. രാവിലെ അയാള് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങേണ്ടതാണ്. ആ മനുഷ്യൻ തന്റെ 2 പെൺകുട്ടികളോട് ഒരു വാക്കു പറയാതെ അന്ന് മരിച്ചു പോവാ. അതും ഒരു ADM. നിങ്ങൾ ആരെ വിട്ടിയാക്കാനാ ശ്രമിക്കരുത്. അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കാൻ കഴിയും നിങ്ങൾക്ക്? അയാളൊരു കുറിപ്പെഴുതി വെക്കില്ലേ? മക്കളെ, മാപ്പ്, പോവുകയാണ് അച്ഛൻ. ഭാര്യയോട് എനിക്കിത് താങ്ങാൻ വയ്യ, ഞാൻ പോവുകയാണ്. ഒരു വരി, ഒരു ടെക്സ്റ്റ് മെസ്സേജ്. ഇയാളൊരു ADM അല്ലേ? കൊള്ളാവുന്ന ഒരു ADM, ഒരു ഓഫീസർ, എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസർ അല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കാതെ മരിച്ചുപോയി എന്ന് നിങ്ങൾ ഞാനും വിശ്വസിക്കണം. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഇടത്ത് എന്തിനാണ് അവിടം വരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്? പരിയാരത്ത് തൊട്ടടുത്ത് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലില്ലേ, ജില്ലാ ഹോസ്പിറ്റൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് അറിയുമോ? ഇത് നിസ്സാരമായ ഒരു പ്രശ്നമല്ല. ഇത് വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഈ കഴിഞ്ഞ പാർലമെന്റ് സമയത്ത് ഞാൻ പറഞ്ഞു, കണ്ണൂരിൽ നടക്കുന്ന നിരവധി കൊലപാതകങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു, കുഞ്ഞനന്ദന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് കുഞ്ഞനന്ദൻ പറഞ്ഞത് എന്താണ്? CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാജിയെ വിടൂല, ഞങ്ങൾ കേസെടുക്കും. കേസ് കേട്ടോ ഞാൻ പേടിച്ച് മൂത്രവിച്ചു പോകുന്നതായാലും കേസാണ്. മനസ്സിലാക്കണം. എനിക്കൊരു യാതൊരു ഭയമില്ല. പക്ഷെ എന്റെ കേസ് എടുക്കാത്തത് ഞാൻ പറഞ്ഞ കുഞ്ഞനന്ദൻ വിഷയത്തിൽ പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്റെ പേരിൽ ഒരു FIR ഇടും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കണ്ണൂരിൽ നിങ്ങൾ നടത്തുന്ന ഭീകര കൊലപാതകങ്ങൾ ആ ഒറ്റ FIR മതിയാകും നിങ്ങളെ പൊളിച്ചെടുക്കാൻ. എന്താ ചെയ്യാത്തത്? അതിന് സമാനമാണിത്. എന്നിട്ട് നിങ്ങൾ അറിയുമോ, വേട്ടക്കാരന്റെ കൂടെ, ഇരയുടെ കൂടെ ഓടുക, വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുക. നമ്മളുടെ ഇവിടുത്തെ MP എന്താണ് മന്ത്രി, ഇവിടുത്തെ MP രാജേഷ് അവിടെ പോവാ. അവിടെ പോവാ ഈ ഇരയുടെ വീട്ടില്. ഇവിടെ ആരാ പോണറിയങ്ങൾ? MP ഗോവിന്ദന്റെ ഭാര്യ. എന്തൊരു കോമ്പിനേഷൻ എന്നറിയോ? MP ഗോവിന്ദന്റെ ഭാര്യ ആരാധനകൾ സാജൻ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരകയായ സ്ത്രീകൾ. 2 പേര് കണ്ടുമുട്ടിയപ്പോഴുള്ള സന്തോഷം ആലോചിക്കണം. ഒരാൾ വേറൊരാളെ കൊന്നു, വേറൊരാളെ കൊന്നു. സാജൻ കൊല്ലപ്പെട്ടു പോയതിന്റെ മുഖ്യ പ്രതി
ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. ഇവരൊരുമിച്ച് ഈ രാഷ്ട്രീയത്തെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞു, അവിശുദ്ധമായ രാഷ്ട്രീയ ബാന്ധവം കൊണ്ടല്ലാതെ ഇത് നിലനിർത്തുക അസാധ്യമാണ്. രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാനാവില്ല എന്ന പൂർണ്ണ ബോധ്യമാണ് സംഘപരിവാരത്തെയും CPM-നെയും ഒരുപോലെ യോജിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അജണ്ടകൾ തമ്മിലുള്ള അസാമാന്യമായ ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട്. അസാമാന്യമായ രാഷ്ട്രീയ ബന്ധം അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യരഹിതമായി പെരുമാറാൻ അവർക്ക് യാതൊരു മടിയുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ നിങ്ങൾ പരിശോധിച്ചോ, ചരിത്രം പരിശോധിച്ചോ, അത് കൊലപാതകമായാലും അക്രമമായാലും അഴിമതിയായാലും കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയമായാലും ഒരു മടിയുമില്ല. മറ്റുള്ളവർക്ക് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത് അസാധ്യമാണ്. ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റിനകത്ത് എങ്ങനെ BJPക്ക് കടന്നുകൂടാൻ കഴിയുന്നു എന്നത് കേരളത്തിൽ അസാധ്യമായതുകൊണ്ട് അവരെ ഇരയാക്കുന്നു. ഇതിൽ മനഃപൂർവ്വം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ വളരെ പ്ലാൻ ചെയ്ത് അതിനകത്ത് പോയി നിൽക്കുന്നു എന്ന അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തെന്നാൽ അതിന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരണിയുടെയും മനോവികാരത്തിനകത്ത് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്? സ്വാഭാവികമായി BJPക്കെതിരെ ഒരു രാഷ്ട്രീയ ഉയർത്തിക്കൊണ്ടുവരാൻ CPM-ന് കഴിയുമെന്നാണ്. BJPയെ തകർക്കാൻ CPM-ന് കഴിയുമെന്നാണ്. അങ്ങനെ കഴിയുമെന്ന വിചാരത്തിന്റെ മുകളിൽ CPM-നെ BJPയെ സഹായിക്കാൻ നിൽക്കുന്നു, CPM-നെ സഹായിക്കാൻ നിൽക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഓരോ വിഷയം, നേരത്തെ അജിത്തിന്റെ വിഷയമാകട്ടെ, സുജിത്തിന്റെ വിഷയമാകട്ടെ, ബെഹ്റയുടെ വിഷയമാകട്ടെ, രമൺ ശ്രീവാസ്തവയുടെ വിഷയമാകട്ടെ, ഇതെല്ലാം യാദൃശ്ചികമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിവാദം ഈ സമയത്തുണ്ടാക്കി. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഇന്റലിജൻസ് ADGP-ക്കെതിരെ അജിത്ത് കൊടുത്ത മൊഴി എന്താണ്? ആ അജിത്ത് ഇപ്പോഴും സർക്കാരിലുണ്ട്, ആ അജിത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് മൈനോറിറ്റിയെ ഒരൊറ്റ മുനമ്പ വിഷയം മാത്രം നിലനിൽക്കുന്നു. വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ. വേറെ ആരാ പറയേണ്ടത്? രാഷ്ട്രീയ പാർട്ടികളെ വിട്ടേക്ക്, ഇവിടെ സമുദായ സംഘടനയായ ലീഗിനെ വിട്ടേക്ക്. എല്ലാ മതസംഘടനകളും ഒരുമിച്ച് ചേർന്ന് പറയുന്നു, പാവങ്ങളായ മനുഷ്യർ പാർക്കുന്ന മുനമ്പത്തിൽ ഞങ്ങൾക്ക് ക്ലെയിമില്ല, അവർക്ക് നീതി വേണം. ഇത് പറയാനല്ലേ സമുദായങ്ങൾക്ക് കഴിയൂ. രാജ്യത്തൊരു സംഘർഷം ഉണ്ടാവരുത്. ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ തല്ലുന്ന ഒരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും ഉണരണം. ഹിന്ദു സമൂഹം ഉണരണം, മുസ്ലിങ്ങൾ ഉണരണം, ക്രിസ്ത്യാനികൾ ഉണരണം. അതുകൊണ്ട് അവർ ഒരുമിച്ചിരുന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ല. പക്ഷെ സമരപ്പന്തൽ കെട്ടിയിരിക്കുന്നവർക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? കാരണം അവർ പുറത്തു കൊടുക്കേണ്ടത് ആരാണ്? പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിയാണോ? ലീഗാണോ? സമസ്ത കേരള ജമിയത്തുള്ളയാണോ? നദ്വത്തുൽ മുജാഹിദീനാണോ? അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ? അതല്ലെങ്കിൽ ദക്ഷിണ കേരളയാണോ? അല്ലല്ലോ, ഫാറൂഖ് കോളേജാണ്. അവരൊരു യോഗം ചേർന്ന് അവർ പരസ്യമായി രഹസ്യമല്ലാതെ പറയുന്നു, അവിടുത്തെ പാവങ്ങളെ കുടിയിറക്കരുത്. അതൊരു മര്യാദയല്ലേ? അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മുകളിൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരം സർക്കാരിനാണ്, ജനങ്ങൾക്കല്ല. ജനങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? സംഘടനകൾക്ക് എന്തു ചെയ്യാൻ കഴിയും? എന്നാൽ അതിനെ പരമാവധി പഠിപ്പിക്കുക. അതിന്റെ പേരിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള അകലമുണ്ടാക്കാൻ കഴിയുമോ? അതിനിടയിൽ നിന്ന് തമ്മിൽ തല്ലി വരുന്ന ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന വെറും ഒരു ചങ്ങായിയുടെ റോളിലാണ് കേരളത്തിലെ CPM-ഉം ഭരണകൂടവും ഇപ്പോൾ നിൽക്കുന്നത്. അവർക്ക് കൂട്ടു നിൽക്കുന്നത് ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഈ രാജ്യത്തിലെ ഫാഷിസ്റ്റുകളും ഈ രാജ്യത്തിലെ മാർക്സിസ്റ്റുകളും എന്തുകൊണ്ടെന്ന് ചോദിച്ചാലും ഇപ്പൊ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു പോകുന്നു. നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തില് അത് DK ശിവകുമാർ വന്നപ്പോ പറഞ്ഞു, കർണാടകയില് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ദേവഗൌഡയും BJP-യും ഒരുമിച്ച് കോൺഗ്രസിനോട് മത്സരിക്കുകയാണ്. ആ ദേവഗൌഡയുടെ കൂടെ നിൽക്കുന്ന പാർട്ടി, ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഈ സഖ്യം എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ ചോദിക്കുന്നത്, ഒരു കോൺഗ്രസ്സുകാരൻ യാത്ര പോകുമ്പോൾ BJP ഓഫീസിലേക്ക് ഒന്ന് നോക്കിയാൽ എന്തൊരു നോട്ടമാണ് അവന്റെ നോട്ടം. അവന്റെ കണ്ണിലെ ഓഫീസിൽ കയറിയാൽ പൂതിയാവുന്നു എന്നൊക്കെ തോന്നൂലേ എന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. ഞാൻ ചോദിക്കുന്നത്, പച്ചക്ക് ഒരു വരക്കപ്പുറത്തല്ലേ കർണാടക? വയനാടിന്റെ ബോർഡറല്ലേ കർണാടക? ആ കർണാടകയിൽ BJP-യുടെ സഖ്യകക്ഷിയുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുക. എന്നിട്ട് നിങ്ങൾ BJP-യുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന കക്ഷിയെ കേരളത്തിൽ നിങ്ങൾ ഒരുമിപ്പിച്ച് കൂട്ടുക. അവർ കർണാടകയിലേക്ക് പോയാൽ BJP സഖ്യം, കേരളത്തിലേക്ക് വന്നാൽ പിണറായി സഖ്യം. ഇതിനല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഇതിന് വേറെ തെളിവ് ആവശ്യമുണ്ടോ? ഒരേ രാഷ്ട്രീയ നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ നിന്നൊരു മന്ത്രി കർണാടകയിൽ പോയാൽ അവർ BJP-യുടെ മുന്നണിയിൽ, അതേ മന്ത്രി അതേ ട്രൗസറും കുപ്പായിട്ട് കേരളത്തിൽ വന്നാൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗം. ഇതല്ലേ സത്യം? ഇത് പച്ചയായ സത്യമല്ലേ? ഞങ്ങള് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്ത് ഒരു മുന്നേറ്റം നടക്കുന്നു. ആ മുന്നേറ്റത്തിൽ എല്ലാവരും ഉണ്ടാകണം. സീതാറാം യെച്ചൂരി മരിച്ചു പോകുന്നതോടുകൂടെ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവല്ല. സാത്വികനായ, കൃത്യമായ ഭാവങ്ങളുള്ള, കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിടിച്ചു നിർത്തിയതാണ് ഇന്ത്യ മുന്നണിക്കകത്ത് അവരെ. എന്നാൽ അവരിന്ന് BJP-യുടെ താവളത്തിലേക്ക് പോകുന്നു. ഞാൻ ഇപ്പോ നിങ്ങൾ ചോദിക്കും രാഹുൽ ഗാന്ധിയെ കുറിച്ച്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടില് മത്സരിക്കാൻ വരുന്ന സമയം ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും വൈകാരികമായ ഒരു പ്രസംഗം നടത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അവസാനത്തെ ഇന്ത്യയിലെ മതേതര പ്രതീക്ഷയാണെന്ന്. ആ പ്രതീക്ഷയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരേപോലെ നമ്മൾ പോകണം. ഇനി ഇന്ത്യ രാജ്യത്ത് ഈ മതേതരത്വത്തെ കാത്തുരക്ഷിക്കാൻ വേറൊരു വണ്ടി വരുന്നത് വിചാരിക്കരുത്. ഇത് അവസാനത്തെ ബസ്സാണ്. പിന്നെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സഖാക്കൾ മുഴുവൻ എന്നെ ഇഞ്ചി എന്നൊക്കെ പറഞ്ഞ് ട്രോളിയ മാതിരിയാണ്. ലാസ്റ്റ് ബസ് വന്നു, ലാസ്റ്റ് ബസ് പോയോ? എന്റെ സഖാക്കളെ, നിങ്ങളും കൂടെ ആ ലാസ്റ്റ് ബസ് കയറിയിട്ടില്ലെങ്കിൽ നിന്റെ ഈ ചിഹ്നുണ്ടല്ലോ, വല്ല ആക്രിക്കടയിലും പോയി കയറേണ്ടി വരും. ഈ അരിവാളി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, ആക്രിക്കട കിടപ്പില്ല. അത് നിങ്ങളെ കയ്യിൽ ഭദ്രമായി നിന്നത് ഈ രാജ്യത്ത് BJP-ക്കെതിരെ പൊരുതുന്ന ഒരു മുന്നണി കൂടെ നിന്നു എന്നതിന്റെ ഒറ്റ കാരണത്തിലാണ്. ഞങ്ങളിപ്പോ ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വിശേഷിച്ചത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ഒരൊറ്റ വോട്ട് കൊണ്ട് കേന്ദ്രത്തോടും കേരളത്തോടും നോ പറയാനുള്ള ഒരു അവസരം കിട്ടും. അത് അവിടെ ഒന്നുമില്ല. അത് പാലക്കാടേ. 3 തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ അത് പാലക്കാടേ ഉള്ളൂ. ഒരൊറ്റ വോട്ട് കൊണ്ട് നരേന്ദ്രമോദിയുടെ രാജ്യം തകർക്കുന്ന നിലപാടുകൾക്കെതിരെ വോട്ട് ചെയ്യാനും പിണറായി വിജയന്റെ നാട് തകർക്കുന്ന നിലപാടുകൾക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരവസരമാണ്. അത് കൃത്യമായി വിനിയോഗിക്കുക എന്ന രാഷ്ട്രീയമാണ് പാലക്കാടിനുള്ളത്. പാലക്കാട് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടമാണ്. അവർക്കിടയിൽ വലിയ വമ്പൻ എന്ന മറ്റു പ്രദേശങ്ങളിൽ കാണുന്ന പോലെ വമ്പൻ സാവുകളൊന്നും ഒരാൾ, പച്ച പാവങ്ങൾ, മനുഷ്യരെ പച്ചയായി സ്നേഹിക്കും, അത്രമേൽ ഇഷ്ടപ്പെടും. നമ്മൾ പാലക്കാടൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ ഒരു സ്ലാങ് പോലും നമുക്ക് ഇഷ്ടമാണ്. പ്രത്യേക അവരുടെ സംസാരം, അവരുടെ ആതിഥേയത്വം, അവരുടെ മര്യാദ, അത് ഈ നാട്ടിൽ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നമുക്കിവിടെ എല്ലാം ഇന്നിവിടെ രഥോത്സവം നടക്കുകയാണ്. ഈ നാട്ടിൽ എല്ലാവർക്കും അത് ഉത്സവമാണ്. ഒരുമിച്ചാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അത് തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. BJP ആയാലും കമ്മ്യൂണിസ്റ്റുകളായാലും അവർക്കെതിരെ പൊരുതാൻ നിങ്ങളൊട്ടും മടിക്കാതെ കൈപ്പത്തി അടയാളത്തിൽ രാഹുലിന് വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നിർത്തുന്നു.